ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ വരട്ടിയത്. ഓക്കെ, നല്ല മുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ബീഫ് കറി ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. അതിനായി ഒരു കുക്കർ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. അതിലേക്ക് 1 കിലോ ബീഫ് ഇവിടെ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇറച്ചിയെ നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം വേണ്ട, 1/2 ഗ്ലാസ് മതി. അതേപോലെ 1/2 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾ, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് അതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിനെ ഒന്ന് മൂടി കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒരു 8 വിസിൽ അടിക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 8 വിസിൽ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ആവിയൊക്കെ പൂർണ്ണമായും കളഞ്ഞതിന് ശേഷം ഞാൻ അതിനൊന്ന് തുറക്കുകയാണ്. നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് വേവിച്ച ബീഫ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് 1 ടേബിൾ സ്പൂണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുകയാണ്. ബീഫിൽ ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടത് കൊണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ചേ ഉപ്പ് ഞാൻ ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ശേഷം നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫിൽ ഈ മസാല ഞാനൊരു 10 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് ഫ്രൈ ചെയ്തത്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴിവിടെ നന്നായി ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം വേറൊരു പാത്രം ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ ബീഫ് പൊരിച്ച അതേ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എത്രയാണോ ആവശ്യം അത്ര എണ്ണ എടുത്താൽ മതി, മുഴുവൻ എടുക്കണ്ട. ശേഷം 2 ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുകയാണ്. ശേഷം 2 ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കുകയാണ്, സുർക്ക. വിനാഗിരി ഇല്ല എങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ നീര് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നും കൂടെ നന്നായി വഴറ്റി കൊടുക്കുക. ശേഷം 3 പച്ചമുളക് കട്ട് ചെയ്ത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 3 അല്ലി കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്.
മല്ലിച്ചപ്പ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലേശം മല്ലിച്ചപ്പും ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഒരു 5 മിനിറ്റ് ഇതേപോലെ നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് ഫ്രൈ വരട്ടിയത്. നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.